ഇന്ന് ലോക വായനാ ദിനമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ചില പുസ്തകങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് RSS CPIM ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണത്തിന് പ്രത്യാരോപണങ്ങൾ നിരത്തുകയുണ്ടായി. ഇപ്പോൾ KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, മറ്റ് ചില രേഖകൾ പുസ്തകത്തിൽ നിന്ന് എടുത്തു കാണിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പുസ്തകം ചർച്ചാ വിഷയമാവുന്നു. ഈ വായനാ ദിനത്തിൽ 6 പതിറ്റാണ്ടായി അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും ചേർത്ത് പിടിക്കുന്ന രത്നമ്മ എന്ന 73-കാരിയെ പരിചയപ്പെടാം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ അധ്യാപകന്റെ കയ്യിൽ നിന്നാണ് രത്നമ്മയ്ക്ക് ആദ്യത്തെ പുസ്തകം ലഭിക്കുന്നത്. അന്നു തുടങ്ങിയ വായനാശീലമാണ് 73 വയസ്സിലും രത്നമ്മ തുടരുന്നത്. മാത്രമല്ല, വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് എഴുതി സൂക്ഷിക്കുന്ന സ്വഭാവവുമുണ്ട് രത്നമ്മയ്ക്ക്. ഭർത്താവ് രാമകൃഷ്ണന്റെ മരണശേഷം കന്നുകാലി വളർത്തിയും കൃഷിപ്പണി ചെയ്തുമാണ് രത്നമ്മ കഴിയുന്നത്. രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന ജോലികൾ തീർത്ത് 11 മണിയാകുമ്പോഴേക്കും രത്നമ്മ വായനശാലയിലെത്തും. പുസ്തകം വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവരോട് സമയം നമ്മൾ തന്നെ കണ്ടെത്തണമെന്നും വായിച്ച് അറിവ് നേടുമെന്നുമാണ് രത്നമ്മ പറയുന്നത്. അപ്പം പിള്ളേര് വായിക്കണമെന്നാ ഞാൻ പറയുന്നത്. സമയം കണ്ട് അത് വീട്ടിലുള്ളവരൂടെ പ്രോത്സാഹിപ്പിക്കണം. മൊബൈൽ ഉള്ളതുകൊണ്ട് പിള്ളേരിപ്പം വായിക്കാനും പഠിക്കാനും ഒന്നിനും നേരമില്ല അവർക്ക്. നോവൽ, ചെറുകഥ, കവിതകൾ, കഥകൾ എന്നിങ്ങനെയെല്ലാം വായിക്കും. ഒട്ടുമിക്ക എഴുത്തുകാരുടെ കൃതികളും ഇതിനോടകം വായിച്ചു കഴിഞ്ഞു. ബെന്യാമിന്റെ ആടുജീവിതം, MDയുടെ നാലുകെട്ട്, ബഷീറിന്റെ ബാല്യകാല സഖി തുടങ്ങി പ്രിയപ്പെട്ട കൃതികളെക്കുറിച്ചും രത്നമ്മ പങ്കുവച്ചു. 10ാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസമെങ്കിലും വായനയിലൂടെ അറിവിന്റെ വലിയൊരു ലോകം തന്നെ രത്നമ്മ നേടിയിട്ടുണ്ട്. മരിക്കുന്നത് വരെ വായന തുടരണമെന്നാണ് രത്നമ്മയുടെ ആഗ്രഹം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.